നല്ല വേദന ഉണ്ടാവും അല്ലേ? മരുന്നുകളെല്ലാം ഉണ്ടേ. 4 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? അതെ. ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് പണിയെടുക്കാം. സത്യം. ഭക്ഷണത്തെക്കുറിച്ച് ആരോഗ്യ ടെൻഷൻ ആവണ്ട. കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം. സാമ്പാറും തൈര് സാധമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അത് തന്നെ ധാരാളം. എന്നാ ശരി, റെസ്റ്റ് ചെയ്തോ, ഞാൻ വരാം. ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ കാരണം? ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതിച്ചാന്ന് പറഞ്ഞാ അത് നുണയാവും. അതായിരുന്നു വിധി. പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അച്ഛൻ അദ്ദേഹത്തോടുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണ്ണിന്റെ ജീവിതമാണല്ലോ. ഇയാൾക്ക് എതിർക്കായിരുന്നില്ലേ? എന്തിന്? സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത്? പക്ഷേ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം. എൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എൻ്റെ അച്ഛൻ സ്വയം ഇല്ലാതായത്. ഞാൻ വെറുതെ തന്നെ കൂടെ സെൻഡിയാക്കി. ഹേയ്, ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു. എന്താ ഇങ്ങനെ നോക്കണേ? ഏതു പെണ്ണിന്റെ കണ്ണും ചുണ്ടും ഒക്കെയാ വരച്ചു വെച്ചേക്കുന്നേ? മനസ്സിലായില്ല. ഇതിലേത് പെണ്ണിന്റെയാന്ന്? ഓ, എന്തു പറ്റി? ഒന്നുമില്ല. ഇത് ശരിയല്ല കേട്ടോ. ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം തട്ടിപ്പറിക്കാ. ഒരാളുടെ ഡയറി അയാളുടെ സമ്മതമല്ല തുറന്നു നോക്കുന്നതാണ് വലിയ ഫോൾ. മനസ്സിലായോ? അത് ശരി. ഇതിൽ ആരുടെ പടം വരച്ചേക്കുന്നേ? ആരുടെ? ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ചു വെച്ചേക്കുന്ന കണ്ണും മൂക്കുവേ. ഓ, അതോ? അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ. അവളുടെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറെ പലതും. വേറെന്ത്? അതൊക്കെ ഉണ്ട്. എനിക്കും കാണിച്ചോ? അതൊന്നും കാണാൻ പറ്റില്ല. എനിക്കും കാണണം. ഓ, അതൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. കാണിക്ക്. പോയെടുത്തോ. അതെ, ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ്. അതാരാണെന്ന് കാണണോ? കാണണോ?
കൊള്ളല. കാലൊടിഞ്ഞ് ക്രച്ചസിലാണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ? ഏതടാ പോയ പെണ്ണ്? മോനെ ജോണി കൊതിയാ അതിനെ വിട്ടുപിടി. അതൊരു പാവം കൊച്ച. നടക്കട്ടെ. അല്ല നിങ്ങൾ എന്താ ഒരു പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ? അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേ. Come on, man. ഇവനെന്താ വെള്ളം കണ്ടിട്ടില്ലേ? എടാ അത് വർഷത്തിലൊരിക്കലുള്ള കുളിയാ. അത് ഓണം, വിഷു, ക്രിസ്മസ് പോലെ അങ്ങോട്ട് ആഘോഷിക്കും. അത് നിർബന്ധ. അപ്പൊ ഇന്ന് ഈ കുളത്തിൽ ഒരുപാട് മീനുകൾ ചത്തു പൊങ്ങും. എടാ നീ ചോദിച്ചിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഏതാ പെണ്ണ്? എടാ അത് പിന്നെ ദേ പറഞ്ഞു തീർന്നില്ലല്ലോ, ആളെത്തി. ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. ഞാൻ ചിത്തി, ഇവളുടെ ചേച്ചിയാ. ചിത്തി, ഇത് ലിഡിയ, ഇത് വരുൺ, പിന്നെ പൊങ്ങി കിടക്കുന്നതാണ് ജോണി. ഏ ആ കുട്ടിക്ക് എന്ത് പറ്റി? ഏയ് അത് കാര്യാക്കണ്ട, തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറിയിട്ടാ. പട്ടി. ശരിയെന്നാ, നിങ്ങളുടെ കുളി നടക്കട്ടെ, പിന്നെ കാണാം. ആ ശരി ശരി. നീ വരുന്നില്ലേ? ചിത്തി പോയിക്കോ, ഞാൻ വന്നോളാം. അധികം വൈകണ്ട. ഇയാളെ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് അഹല്യ. ഹലോ. ഹായ്, ഇയാൾ ഇറങ്ങുന്നോ? അയ്യോ ഞാനില്ല. വാടാ, സ്വർഗത്തിലെ കട്ടറും ആവണ്ട. നമുക്കേ ഇനി അവനെ ആക്രമിക്കാം. ഞാനോട് എന്താ മോന്ത്? അത് വേണ്ട, ഇതിനകത്ത് തന്നെ ഒഴി. ആഹാ, കള്ളു കുടിക്കാണല്ലേ? കള്ളല്ല, നല്ല അസല് വാറ്റും കരിക്കും വെള്ളവും. ഒരു മംഗലശ്ശേരി നീലകണ്ഠ സ്റ്റൈൽ. പോടാ. ചിത്തി അറിയണ്ട, കൊല്ലും. ആ, ഇവരുടെ ഒരു ആഗ്രഹമല്ലേ, ഇതിപ്പോ കഴിയും. പ്രശ്നമോ? സാരല്ല, ചിത്തി അറിയാതിരുന്നാ മതി. പിന്നെ നിങ്ങളെല്ലാരും അവിടെ ഊണ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അധികം വൈകണ്ടാട്ടോ, താമസിച്ചാ ചിത്തി ഇങ്ങോട്ട് വരും. എടാ എന്നാ നീ അഹല്യയുടെ കൂടെ ചെല്ലേ. നിങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് വരാം. ശരി. അല്ലെങ്കിൽ ചിത്തിക്ക് സംശയം തോന്നിയാലോ? അതാണ് നല്ലത്, നീ ചെല്ല്. അണ്ണാ ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ ഇന്ന് സുന്ദരിയുണ്ടല്ലോ. എല്ലാവർക്കും പായസം എടുക്കട്ടെ? ഓ വേണ്ട, വയറ് പൊട്ടാറായി. ഇവന് കൊടുക്കണ്ട, ഇവന് പഞ്ചസാരയുടെ അസ്കിതുള്ളതാ. ആരെങ്കിലും ഒരു പാട്ടുകൂടി പാടിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നു. ഓ, താരാട്ട് പാട്ട് കേട്ടാലും നിനക്ക് ഉറക്കം വരുള്ളൂ. ഒരു പാട്ടുകാരൻ ഇവിടെ ഇരിക്കുകയല്ലേ? അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല, ശബ്ദവും കൊള്ളില്ല. പക്ഷെ ഇവിടെ പാട്ട് പഠിച്ച ചിലവരുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഞങ്ങളും കേട്ടല്ലോ. എന്നാ ഇയാളുടെ പാട്ട് കേട്ടിട്ടുണ്ട് കാര്യം. അയ്യോ, ഞാൻ പാടാനോ? നടന്നത് തന്നെ. അഹല്യ പ്ലീസ്. കുഴപ്പമില്ല, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ, നീ പാട്. വെയിറ്റ്, എങ്ങോട്ടാ? ഇപ്പൊ വരാം. ഓ, എനിക്കിട്ടുള്ള പണിയായിരുന്നു. നോക്കി കണ്ടിട്ട് കുത്തടോ. സ്വേച്ഛാചാരി ഭവിതുനായം വേശ്യാലയം. എല്ലാരും ഇപ്പൊ ഇറങ്ങിക്കൊള്ള ഇവിടുന്ന്. ഞാൻ ഔട്ട് ഹൗസ് മാത്രമേ വാടകയ്ക്ക് തന്നിട്ടുള്ളൂ, അതും തനിക്ക്. അത് കൂട്ടുകാരോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്, എന്നിട്ട് സ്ഥലം കാലിയൊക്കെ നോക്കും. കുഴപ്പമില്ല. നിങ്ങൾ ഇറങ്ങായോ? പോട്ടെടാ, നീ എത്രയും പെട്ടെന്ന് നിന്റെ വർക്കൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോവാ. പോട്ടളയാ. ശരിടാ. ശരി.
ആ ആ. പ്ലാസ്റ്റർ വെട്ടിയോ? ആ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ വലിയ കുഴപ്പമില്ല. ഉം. ഇത്ര ദിവസം അനക്കാണ്ടിരുന്നല്ലേ. കുറച്ച് നടന്നാ ശരിയാവും. ഉം. ആ ആ. എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അഹല്യയെ കുറിച്ചാ. ഒരേ വയറ്റിൽ പിറന്നില്ലെങ്കിലും എൻ്റെ കൈ പിടിച്ച് വളർന്നവളാണ് അഹല്യ. അവളെ മറ്റാരെക്കാളും എനിക്കറിയാം. സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഇന്നേ വരെ അവൾ വാശി പിടിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പഠിച്ച സംഗീതം പോലും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇന്ദ്രൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉം. ഒരു കണക്കിന് നോക്കിയാ അവളുടെ ജീവിതം നശിക്കാൻ കാരണം ഞാനാണ്. എങ്ങനെയാന്നല്ലേ? അവൾക്ക് പകരം ഇവിടെ വരേണ്ടിയിരുന്നത് ഞാനാ. എൻ്റെ ജാതകത്തിലെ ദോഷം കാരണം നശിച്ചത് അവളുടെ ജീവിതമാ. അതുകൊണ്ടാണ് വേറൊരു ജീവിതം പോലും വേണ്ടാന്ന് വെച്ച് അവൾക്കൊരു കൂട്ടായി ഞാനിവിടെ നിൽക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ ഇത്രയധികം സന്തോഷിച്ച് ഞാൻ കണ്ടത്. അവളിപ്പോൾ ഇന്ദ്രനെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ അത് പറയാതെ പറയുന്നുണ്ട്. തനിക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ, അവളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാമെങ്കിൽ അതിലും വലിയ പുണ്യം വേറെ ഉണ്ടാവില്ല. എന്റെ കുട്ടിയെ രക്ഷിക്കണം. എത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞാലും വിളിച്ചെൻ്റെ കൂടെ വരും അവള്. വരും. ഞാൻ പറഞ്ഞ അവള് കേൾക്കും. അപ്പോൾ ഗൗതമൻ സാർ മനസ്സ് കാണാതെ സൗന്ദര്യം മാത്രം കണ്ട് അവളെ കല്യാണം കഴിച്ച ആളുടെ കാര്യം ഓർത്ത് താൻ വിഷമിക്കണ്ട. അയാൾക്ക് വേണ്ടത് പെണ്ണിന്റെ ശരീരം മാത്രമാ. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ചിത്തി, നിങ്ങൾ സംസാരിക്ക, ഞാനങ്ങോട്ട് നിൽക്കാം. ഇയാളോട് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറയണോ വേണ്ടെന്ന് ഒരുപാട് ആലോചിച്ചു. പിന്നെ ചിത്തിയോട് സംസാരിച്ചപ്പോഴാണ് എനിക്കൊരു ധൈര്യം വന്നു. ഇയാള് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ചിത്തി പറഞ്ഞത് സത്യ. എനിക്ക് ഇന്ദ്രനെ ഇഷ്ടമാ. ആ ഇഷ്ടം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഒരുപക്ഷെ ഇയാളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷവും കെയറിങ്ങും ഒക്കെ ആയതുകൊണ്ടാവാം. ആ സന്തോഷം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാണോ എന്നറിയാനാണ് ഞാൻ വന്നത്. അറിയില്ല. അങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. ഇന്ദ്രൻ പൂർണ്ണ മനസ്സോടെയാണോ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത്? അതെ. എനിക്കില്ലാത്തത് അത് തന്നെയാ. പൂർണ്ണമായും തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു മനസ്സ്. ഒരു തുലാസിൽ തൂക്കിയ തന്നോടുള്ള ഇഷ്ടത്തിന്റെ തട്ട് തന്നെയാണ് താന്നിരിക്കുന്നത്. ഉയർന്ന തട്ടിൽ കുടുംബക്കാരും സമൂഹവും എല്ലാം ചേർന്നൊരു വാൾ കെട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോ എൻ്റെ മാത്രമല്ല, തൻ്റെയും ജീവിതം ഇല്ലാതാക്കും. അതുകൊണ്ട് എൻ്റെ കൂടെ വരില്ലെന്നാണോ? അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ എന്നെ വെറുക്കരുത്. എന്നോട് ക്ഷമിക്കണം. സംസാരിച്ചോ? ഉം. എന്ത് തീരുമാനിച്ചു? നിന്നോടാ ചോദിക്കുന്നേ. എന്താ തീരുമാനിച്ചു? ഞാനൊന്നും തീരുമാനിച്ചില്ല. എനിക്കറിയില്ല ചിത്തി, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ലോകം എന്ത് പറയുന്നു പേടിച്ചാ ഇവിടെ ആർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല മോളെ. എല്ലാ സന്തോഷവും നിറഞ്ഞ ജീവിതമായിരുന്നു നിന്റേതെങ്കിൽ നിന്നെ ആദ്യം എതിർക്കുന്നത് ഈ ഞാനായിരുന്നേനെ. നീ ഇങ്ങനെ നരയിക്കുന്നത് കാണാൻ എനിക്കിനി വയ്യ. നമ്മളെ തുറന്ന മനസ്സോടെ സ്നേഹിക്കുന്ന ഒരാളെ
നമുക്കൊരു പ്രാവശ്യമേ ജീവിതത്തിൽ കിട്ടുള്ളൂ. അത് നീ നഷ്ടപ്പെടുത്തരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇറങ്ങാറായോ? എന്താ അല്ല, ഇറങ്ങാറായോ എന്ന്. പോണ്ട സമയം. എന്താ താക്കോല് സാറിനോട് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. എല്ലാം ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അവർ പാക്ക് ചെയ്ത് അയച്ചോളൂ. ഇതാ പിടി. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ, കയറിയിരിക്കെ. ആ, താങ്ക്സ്. ഈ പെയിന്റിങ് സാറ് വരച്ചാണോ? അല്ല, ഞാൻ വരച്ചതാ. ആ, എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. ഇളൊരു സംഭവമാണല്ലോ. ഞാൻ വലിയ സംഭവമല്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു നേരം പോക്ക്, അങ്ങനെ വരച്ചു കൂട്ടണതാ. പിന്നെ ഇപ്പൊ ഒരു കളക്ഷനൊക്കെ ഉണ്ട്. പെയിന്റിങ്സ് ഒക്കെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആ, പിന്നെന്താ, ആ, വാ. ഓ